سيدنا ونبينا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله السميع العليم من الشيطان الرجيم بفضل بسم الله الرحمن الرحيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുള്ള കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സമസ്ത അപരാധങ്ങളും നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ മഹത്വങ്ങളുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പുറത്തു മാപ്പാക്കി തരികയും ശിഷ്ടമുള്ള ജീവിതം അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ മക്കളെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ പള്ളികളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, അല്ലാഹു ഇട്ടവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലവും അതുപോലെ നിർണായകവുമായ ഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. കുട്ടിക്കാലത്ത് ദൗർബല്യത്തിലും വാർദ്ധക്യത്തിലെ ക്ഷീണത്തിലും ഇടയിലുള്ള ഈ കാലത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയേറെ പ്രാധാന്യത്തോടെ കൂടിയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം യുവത്വത്തെ ഒരു പ്രത്യേക അനുഗ്രഹമായും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനുള്ള കാലഘട്ടമായും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കണക്കാക്കുന്നുണ്ട്. അതാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു അല്ലദീ ഖലഖകും മിൻ ളഅഫിൻ സുമ്മ ജഅല മിൻ ബഅദി ളഅഫ് من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുകയാണ്, ദൗർബല്യത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. യൗവനത്തെ കുറിച്ചാണ്, നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇത് പ്രതിപാദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൗർബല്യത്തിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പിന്നെയോ ദൗർബല്യത്തിന് ശേഷം അവൻ ശക്തി ഉണ്ടാക്കി തന്നല്ലോ. നമുക്ക് ശക്തി തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ദൗർബല്യത്തിൽ നിന്നും ശക്തി തന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇത് യുവത്വത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. പിന്നെയോ ശക്തിക്ക് ശേഷം ദൗർബല്യവും നരയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നു. ഇത് പ്രതിപാദിക്കുന്നത് വാർദ്ധക്യത്തെ കുറിച്ചാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ സുന്ദരമായ നിലയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വാർദ്ധക്യത്തെ കുറിച്ചും കുട്ടിക്കാലത്തെ കുറിച്ചും അതുപോലെ തന്നെ യുവത്വത്തെ കുറിച്ചും നമുക്ക് പരിചയപ്പെടുത്തി തന്നല്ലോ.
അതുകൊണ്ടാണ് ആ കാലയളവാണ്, യുവത്വ കാലയളവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ശക്തികൾ തരുന്നത്, ഒരുപാട് ആരോഗ്യം തരുന്നത് യുവത്വ കാലഘട്ടത്തിലാണല്ലോ. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. മാത്രമല്ല ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതല്ലു ഖംസൻ ഖബല ഖംസിൻ. 5 കാര്യങ്ങൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ എന്തെന്നറിയോ? ശബാബക ഖബല ഹറമിക. അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ് ശബാബക ഖബല ഹറമിക. വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ നീ പ്രയോജനപ്പെടുത്തണേ. വാർദ്ധക്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആരോഗ്യമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന ആഫിയത്തുണ്ടല്ലോ, അതിനെ നീ ഉപയോഗപ്പെടുത്തണേ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ അലസമായി നടക്കുന്നത് യുവത്വ കാലഘട്ടത്തിലാണല്ലോ. ഏറ്റവും കൂടുതൽ അലസത കാണിക്കുന്നത് യുവത്വ കാലഘട്ടത്തിലാണ്. നമ്മൾ കൂടുതൽ അലസത കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവരെ കുറിച്ചാണ്, ആ യുവാക്കളെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരുപാട് സമയങ്ങൾ നമ്മൾ മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ, രാത്രി സമയങ്ങളിൽ പോലും വേൾഡ് കപ്പ് നടക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ പോലും 2 മണിക്കും 3 മണിക്കും 4 മണിക്കും ഉറക്കമൊഴിച്ചുകൊണ്ട് താരാരാധകർക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ പാഴാക്കുമ്പോ, എത്ര സമയം വേണമെങ്കിലും രാത്രി 12 മണിയായാലും 1 മണിയായാലും സിനിമ തിയേറ്ററുകൾക്ക് മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ നമ്മൾ ചിലവഴിക്കുമ്പോൾ, അതുപോലെ തന്നെ രാത്രി കാലയളവുകളിൽ മുഴുവനും മൊബൈൽ ഫോണുകളിലൂടെ മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയങ്ങൾ കണ്ടെത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് വിനോദങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ കണ്ടെത്തുമ്പോൾ, പെണ്ണിന്റെ പിന്നാലെ, സമ്പത്തിന് പിന്നാലെ, മയക്കുമരുന്നിന് പിന്നാലെ എന്റെ പ്രിയപ്പെട്ടവരെ യുവാക്കൾ ഇങ്ങനെ നെട്ടോട്ടമോടുകൊണ്ടിരിക്കുമ്പോൾ, യുവാക്കളോടാണ് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വത്തെ നീ ചിലവഴിക്കണേ, വിനിയോഗിക്കണേ എന്ന് പറഞ്ഞത് മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ചിലവഴിക്കണേ എന്നാണ്. നിസ്കരിക്കാനുള്ള പള്ളികളിൽ യുവാക്കളെ കാണുന്നില്ലല്ലോ. പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ പള്ളിയിൽ നമ്മുടെ മസ്ജിദുകളിൽ ഒരു പ്രോഗ്രാം വന്നാൽ, ഒരു നബിദിനം വന്നാൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ, പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ എല്ലാത്തിനും മുൻകൈയെടുത്ത് നിൽക്കുന്നത് നമ്മുടെ യുവാക്കളാണ്. ഒരു പ്രോഗ്രാം നമ്മുടെ പള്ളിയിൽ സംഘടിപ്പിച്ചാൽ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളാണ്. നമ്മുടെ പള്ളികളെ നിസ്കരിക്കാമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുവാക്കളെ കാണുന്നില്ല. എല്ലാം വയസ്സായ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ മാത്രമാണ്. അല്ലാഹു നമ്മുടെ യുവാക്കളെ കാത്തുരക്ഷിക്കുവാനാകട്ടെ. നിസ്കരിക്കാൻ പള്ളികൾ നമ്മുടെ യുവാക്കളെ കാണുന്നില്ല. ഒരു പ്രവർത്തനങ്ങൾക്കും, പ്രസിദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രവർത്തനങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യുവാക്കളെ കാണാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ യുവാക്കൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം എന്തെന്നറിയോ? രോഗത്തിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണേ. രോഗം എപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്നതാണ്. അതിന് സമയമില്ല. അത് ചെറുപ്പമാകട്ടെ, ആരോഗ്യമുള്ള സമയമാകട്ടെ, വാർദ്ധക്യത്തിലാകട്ടെ, രോഗത്തിന് സമയമില്ല. എപ്പോ വേണമെങ്കിലും മാരകമായ രോഗം അല്ലാഹു നമുക്ക് തരുന്നതാണ്. അല്ലാഹു അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗം എപ്പോഴും അല്ലാഹു തരുന്നതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെ രോഗിയാകുന്നത് വാർദ്ധക്യത്തിലെത്തുമ്പോഴാണ്. വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അവശതകൾ അനുഭവപ്പെടുന്നത്.
കൂടുതലായി അവശതകൾ അനുഭവപ്പെടുന്നത് അപ്പോഴാണ്. നമ്മുടെ കൈകാലുകൾക്ക് വേദന തുടങ്ങുന്നത് അപ്പോഴാണ്. തേയ്മാനങ്ങൾ തുടങ്ങുന്നത് അപ്പോഴാണ്. നമ്മുടെ ശരീരത്തിന് ബലക്ഷയം അനുഭവപ്പെടുന്നത് അപ്പോഴാണ്. പ്രിയപ്പെട്ടവര്, അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ രോഗിയാകുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കണേ, ഉപയോഗപ്പെടുത്തണേ. കസേര നിസ്കാരം തുടങ്ങുന്നത് അപ്പോഴാണല്ലോ, രോഗിയാകുമ്പോഴാണല്ലോ, നമ്മുടെ കൈകാലുകൾക്ക് പ്രയാസം അനുഭവപ്പെടുമ്പോഴാണല്ലോ നമ്മൾ കസേരയിൽ നിന്ന് നിസ്കരിക്കുന്നത്, ഇരുന്ന് നിസ്കരിക്കുന്നത്, സുജൂദിൽ പോകാൻ കഴിയാതെ നിന്ന് നിസ്കരിക്കുന്നത്, കിടന്നുകൊണ്ട് നിസ്കരിക്കുന്നത് അപ്പോഴാണല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിസ്കാരങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ കൃത്യമാക്കുക. മൂന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നറിയോ, നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിന് നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുക. ഒരുപാട് സമ്പാദ്യങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അതെല്ലാം എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി നമ്മൾ മാത്രം ചിലവഴിക്കുക. മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, മയക്കുമരുന്നിന് വേണ്ടി, കണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി നമ്മുടെ സമ്പത്തിനെ ചിലവഴിക്കാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിനൊരു കാര്യം വരുമ്പോ അതിൽ കൊടുത്തുകൊണ്ട് ആരോഗ്യമില്ലാത്ത സമയത്തല്ല, ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചാൽ നമുക്ക് നമ്മുടെ വാർദ്ധക്യ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് തരുന്നതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമതായി അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തിരക്കുകൾക്ക് മുമ്പ് നീ ഒഴിവ് സമയത്ത് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടാറുണ്ടല്ലോ. നമ്മൾ എന്തിനു വേണ്ടിയാ ചിലവാക്കുന്നത്? ഒഴിവ് സമയം കിട്ടുമ്പോ മൊബൈൽ ഫോണിന്റെ ഉള്ളറകളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, ഒഴിവ് സമയം കിട്ടുമ്പോ നിസ്കരിക്കാൻ വേണ്ടി, ഇബാദത്തുകൾക്ക് വേണ്ടി, അള്ളാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണേ. അഞ്ചാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിനക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് ദീർഘായുസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണം വന്നെത്തുന്നതിന് മുമ്പ് നമ്മൾ നന്നാവുക. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ടല്ലോ. വാർദ്ധക്യത്തിന് മുമ്പ് യുവത്വത്തെ ഉപയോഗപ്പെടുത്തുന്ന, രോഗത്തിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തുന്ന, ദാരിദ്ര്യത്തിന് മുമ്പ് സമ്പത്തിനെ ഉപയോഗപ്പെടുത്തുന്ന, തിരക്കുകൾക്ക് മുമ്പ് ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന, മരണത്തിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇതെല്ലാം പറയുന്നത് യുവാക്കളെ കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. വശാബുൻ നശാ ഫീ ഇബാദത്തി റബ്ബിഹി, കൂടെയുള്ള കൂട്ടുകാർ മുഴുവനും, യുവാക്കൾ മുഴുവനും ഹറാമിന്റെ പടുകുഴിയിലേക്ക് വീണു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമയമുണ്ടല്ലോ. അങ്ങനെ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവന് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അർശിന്റെ തണൽ കൊടുക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് പറയുന്നത് യുവാക്കളെ കുറിച്ചാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വശാബുൻ എന്നാണ്, യുവാക്കളെ കുറിച്ചാണ്, മനുഷ്യരെന്നല്ല അത് സംബോധന ചെയ്തത്. അള്ളാഹു അത്തരത്തിൽ ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തന്ന ആരോഗ്യവും സമ്പത്തും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ അന്ത്യനാളിൽ ചോദിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നാളെ അന്ത്യനാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആ യുവത്വത്തെ കുറിച്ച്, നിന്റെ യുവത്വം
നീ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവാക്കിയത്, നിന്റെ ആയുസ് എന്തിനു ചെലവാക്കിയെന്ന് അള്ളാഹു ചോദിച്ചിട്ട് രണ്ടാമതായി 5 കാര്യങ്ങളെ കുറിച്ച് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ചോദിക്കപ്പെടാതെ ഒരാളുടെയും പാദങ്ങൾ അലക്കാൻ പറ്റുകയില്ല എന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതിൻ്റെ അകത്ത് രണ്ടാമത് ചോദിക്കുന്നത് നിന്റെ യുവത്വത്തിന് നീ എന്ത് ചെയ്തു എന്നാണ്. നമ്മുടെ യുവത്വം, ആരോഗ്യം, അള്ളാഹു ആരോഗ്യം തന്ന ആ സമയം അതിനെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയുക? മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു യുവാവിന്റെ ജീവിതം അറിവിലും തഖ്വയിലുമായിരിക്കണം. നമ്മുടെയൊക്കെ ജീവിതം അറിവിലും തഖ്വയിലൂടെയുമായിരിക്കണം കടന്നു പോകേണ്ടത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ഒരു കവിതയിലൂടെ പറയുകയാണ്, ഹയാത്തുൽ ഫതാ വല്ലാഹി ബിൽ ഇൽമി വത്തുഖാ ഇദാ ലം യകൂനാ ലഇതിബാറൻ ലിദാതി. അല്ലാഹുവാണ് സത്യം. ഒരു യുവാവിന്റെ ജീവിതം അറിവിലൂടെയും തഖ്വയിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഇത് രണ്ടുമില്ലെങ്കിലോ ഇദാലം യകൂനാ ലഇതിബാറൻ ലിദാതിഹി, അവന്റെ വ്യക്തിത്വത്തിന് ഒരു വിലയുമില്ല എന്ന് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, യുവാക്കളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യുവത്വം നല്ല രീതിയിൽ വിനിയോഗിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ പാരായണങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഹജ്ജ് ഉംറ ചെയ്യുക. നമ്മൾ ആരോഗ്യമുള്ള വയസ്സായിട്ടല്ല പ്രിയപ്പെട്ടവരെ ഹജ്ജിനും ഉംറയ്ക്കൊന്നും പോകേണ്ടത്. ഇപ്പോഴേ അതിന് താല്പര്യം വെക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒഴിവ് സമയങ്ങളൊക്കെ മൊബൈലിന്റെ ഉള്ളിലൂടെ മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല മാർഗത്തിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെലവാക്കുക.